നിശബ്ദമായ ഒരു വികാരം പിന്നെ ഞാനത് പരസ്യമായി രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മറ്റ് ഒരു കാര്യങ്ങൾ അതിൽ വരുന്നില്ല. അത് ഒരു നിലപാടാണത്. ആ നിലപാടിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നുള്ളത് പിന്നെ എനിക്ക് പിന്നീട് എനിക്ക് വരുന്ന കോളുകളിൽ നിന്ന് പിന്നെ കമൻറ്റുകളിൽ നിന്ന് അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയധികം ആളുകൾക്ക് ഇത്രയധികം വ്രണിത ഹൃദയരായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കൂടി വാസ്തവത്തിൽ എനിക്ക് ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ പൊതുവായ ഒരു നിലപാടുണ്ട് കാര്യങ്ങളിൽ. നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലം ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇതിൻ്റെ എല്ലാറ്റിലും ഉയർച്ചയിലും താഴ്ചയിലും പ്രതിസന്ധിയിലും എല്ലാം ഇതിൻ്റെ എല്ലാ ചുവടുവെപ്പിലും ഓരോ സ്പന്ദനത്തിലും കൂടെ ഉണ്ടായിട്ടുള്ള അനുഭവ പരിചയമുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാനത് രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഒരു ഉദ്ഘാടകനായിട്ട് ക്ഷണിക്കുകയായിരുന്നു. എന്താണ് അത് അവിടെ ഒരു സംഭവം? അല്ലല്ല, അതിപ്പം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടകൻ എന്നുള്ളത് നമ്മുടെ ഒരു പാർട്ടിക്ക് BJP എന്ന് പറയുന്നത് അത് ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതലുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനൊരു സമ്പ്രദായമുണ്ട്, അതിനൊരു ഭരണഘടന, അതിനൊരു വ്യവസ്ഥാപിതമായ പ്രവർത്തന രീതി, അതിൽ നേതൃനിര, അതിൻ്റെ പ്രവർത്തകന്മാരുടെ നിര നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സാധാരണ നിലക്കുള്ള ചില സമ്പ്രദായം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അത് വിട്ടുകൊണ്ട് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി പോലും അത് വിട്ടുകൊണ്ട് പെരുമാറില്ല. അതിൻ്റെ അടിസ്ഥാനകരമായിട്ടുള്ള ഘടനയെ പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ എത്ര ചെറിയ പാർട്ടികളാണെങ്കിലും അവർ അതിൽ നിന്ന് വിട്ടുപോകില്ല. അതാണ് അതിൻ്റെ സമ്പ്രദായം. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്ക് നിലനിന്ന് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു പൊതുവായിട്ടുള്ള പിന്നെ ഒരു നമുക്കുണ്ടായിരിക്കേണ്ട ചില മാനദണ്ഡങ്ങളെക്കുറിച്ച്, ആ മാനദണ്ഡങ്ങൾ പരിപാലിക്കേണ്ടതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് മാത്രമേ.